മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിൽ മരണ വീട്ടിൽ വരുന്ന ഫഹദ് ഫാസിൽ ചായ കുടിക്കണമെന്ന് അവിടെ ആള് ചോദിക്കുകയും ചായ കുടിക്കുന്ന അതുകൊണ്ട് പുള്ളി ചായ കുടിക്കാൻ നിൽക്കുന്നു, ചായ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞു പോയെങ്കിൽ അങ്ങനെ ഒരു ഇൻസിഡന്റേ നടക്കില്ലായിരുന്നു. ഇപ്പോഴും സിനിമ ചർച്ചകളുടെ ഇടയിൽ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ആ ഒരു ഇൻസിഡന്റ് കൊണ്ട് മാത്രമാണോ ആ സിനിമയുടെ മുന്നോട്ട് പോകാൻ പറ്റിയത്? അങ്ങനെയല്ലല്ലോ. അപ്പൊ ചായ കുടിച്ചു, അവിടെ ആ പ്രശ്നം ഉണ്ടായി, തൊട്ടടുത്തൊരു പ്രശ്നം ഉണ്ടായില്ലെങ്കിലും അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമോ? ഇല്ലല്ലോ. അല്ല, ആ ചായ കുടിക്കാൻ പുള്ളി പറയുകയാണ് റോബസ്റ്റ കൊള്ളാലോ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് ആ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. റോബസ്റ്റ കൊള്ളായിരുന്നോ പുള്ളി പറഞ്ഞില്ലെങ്കിൽ ഉണ്ടാവില്ലെന്നാണോ നീ പറയുന്നത്? അല്ല, അപ്പൊ അപ്പോഴാണ് അവിടെ മറ്റേ പ്രശ്നം ഉടലെടുക്കുന്നത്. അതെ അതെ. പിന്നെയാണ് അമേരിക്കയിൽ പോയിട്ട് ഇത് സർക്കിൾ ചെയ്ത് പകതിലേക്ക് തന്നെ ഇതിൽ വന്നു ചേരുന്നു. അതെ. ഒരുപക്ഷെ അവിടുന്ന് പുള്ളി പോയായിരുന്നെങ്കിൽ അവിടെ തന്നെ എഴുതി കാണിക്കാന്നു ഡയറക്ടറായി. ഇപ്പൊ അതുകൊണ്ട് ചിലപ്പം അവൻ അവിടുന്ന് ഇറങ്ങി താഹിർ എന്ന് പറയുന്ന മെമ്പർ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു സൈക്കിൾ ആക്സിഡന്റ് ഉണ്ടായില്ലായിരുന്നു, അയാൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് സൈക്കിൾ ഓടിച്ചില്ലായിരുന്നെങ്കിലും ഈ പ്രശ്നം അവോയ്ഡ് ചെയ്യായിരുന്നു. അല്ലേ? മറ്റേ ഇടിച്ച ആളൊരു സോറി പറയാൻ തയ്യാറായാലും ഈ പ്രശ്നം അവോയ്ഡ് ചെയ്യായിരുന്നു. മറ്റേ ആൾ വീട്ടിൽ ചെന്ന് വൈഫിനോട് വഴക്കുണ്ടാക്കാതിരുന്നാലും ഈ പ്രശ്നം അവോയ്ഡ് ചെയ്യായിരുന്നു. ഫോൺ കോൾ വന്നപ്പോഴത്തേക്ക് അലഞ്ചേട്ടന്റെ ക്യാരക്ടറിനെ ഇച്ചിരി സമാധാനപ്പെടാൻ തയ്യാറായാലും ഈ പ്രശ്നം ഒഴിവായിരുന്നു. അങ്ങനെ സമൂഹത്തിൽ നമ്മൾ ഓരോരുത്തരും അഗ്രസീവ് ആകാതെ കുറച്ച് പോട്ടെ എന്ന് പല കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഒഴിവാകും.